പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മൾ കാത്തിരുന്ന കേറ്ററ്റിന്റെ ആൻസർ കീ ഇതാ പബ്ലിഷ് ആയിരിക്കുകയാണ് അല്ലെ. പരീക്ഷ ഭവൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ കീ നോക്കാം. ഇത് കഴിഞ്ഞാലുള്ള നമുക്ക് അടുത്ത ഡൗട്ട്, ഈ മാർക്കുകൾക്ക് ഇനിയും മാറ്റം വരുമോ, 1-2 മാർക്കുകൾക്ക് വ്യത്യാസമുള്ളത് ഇനി റെക്ടിഫൈഡ് കീ, ഇനി ഒരു ഫൈനൽ ആൻസർ കീ വരാനുണ്ടല്ലോ. അപ്പോൾ എന്താണ് ചേഞ്ചസ് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് പറയാം. അതിനു മുമ്പ് നിങ്ങൾ ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കേറ്ററ്റ് പരീക്ഷ ഭവൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷ ഭവന്റെ സൈറ്റ് കിട്ടുന്നതാണ്. എന്നിട്ട് ഓരോന്നിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ആൻസർ കീ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കാറ്റഗറി 1 ആണ്. ോ ഏത് സെറ്റ് കോഡാണ് എന്നുള്ളത് നോക്കാം. ABCD ഉണ്ടല്ലോ, അതിനകത്ത് ഏതാണെന്ന് നിങ്ങൾ നോക്കുക. അതിനുശേഷം എന്താണ് അവിടെ വന്നിട്ടുള്ളത് ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്യുക. എത്ര മാർക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലാവും. കാരണം നിലവിൽ യൂട്യൂബ് ചാനലിലെ ഇപ്പൊ അക്ലോർ ഉൾപ്പെടെയുള്ള സ്വാഭാവികമായിട്ട് പ്രൊഫഷണൽ ആയിട്ട് നമുക്കതിന് ഒരു ആൻസർ കീ നോക്കേണ്ടതുണ്ട്. സോ ഏത് കാറ്റഗറി ആണോ അതിനനുസരിച്ച് നിങ്ങൾ നോക്കുക കേട്ടോ. നോക്കിയാൽ മാത്രം പോരാ, നോക്കിയിട്ട് എത്ര മാർക്ക് നിങ്ങൾ നേടി എന്നുള്ളതും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ മാർക്കൊക്കെ ഞങ്ങൾ അറിയിക്കുക കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഈ തന്നിട്ടുള്ള ആൻസർ കീ, ഇത് പ്രൊഫഷണൽ ആൻസർ കീ ആണ്, താൽക്കാലികമായിട്ടുള്ള ആൻസർ കീ ആണ്. ഇതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുകയാണ്, കാരണം നിങ്ങൾക്ക് ഉറപ്പാണ് ഇതാണ് ഇതിന്റെ ആൻസർ, പക്ഷേ ആൻസർ കീയിൽ തെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലൈന്റ് ചെയ്യാം. സ്വാഭാവികമായിട്ട് 1 മാർക്ക് 2 മാർക്കിനൊക്കെ ഇങ്ങനെ പോയി നിൽക്കുന്ന, തോറ്റു നിൽക്കുന്ന കുട്ടികൾക്കായിരിക്കും ഇതൊക്കെ യൂസ്ഫുൾ ആകുന്നത്. അപ്പൊ അവർ ഇതുകൂടി ശ്രദ്ധിക്കണം. കംപ്ലൈന്റ് ഫോം കൊടുത്തിട്ട് ആ കംപ്ലൈന്റ് ഫോമില് നിങ്ങൾ എന്താണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് അവിടെ നിങ്ങൾ മെൻഷൻ ചെയ്തിട്ട് കൊടുക്കുക. അപ്പൊ ഓരോ കാറ്റഗറിക്കും നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കേണ്ടത്. അത് മാർച്ച് 18 വരെ നിങ്ങൾക്ക് അങ്ങനെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. മാർച്ച് 18, അതായത് ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പ് നേരിട്ടോ അല്ലെങ്കിൽ തപാൽ അഡ്രസ് അടക്കം കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കംപ്ലൈന്റ് പരീക്ഷാ ഭവന്റെ ശ്രദ്ധയിൽ പെടുത്താം കേട്ടോ. എന്നിട്ട് അതൊരു വിദഗ്ധ സമിതി മാറ്റത്തോടു കൂടിയിടും. അതല്ലെങ്കിൽ മാറ്റങ്ങളൊന്നും ആയിട്ട് വരുന്നത്. അതിന്റെ ഫോമിന്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യാം. പിന്നെ 1 മാർക്കിനും 2 മാർക്കിനും കുറച്ച് മാർക്കിനൊക്കെ പോയിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യരുത്, നിരാശപ്പെടരുത് കേട്ടോ. ഇതോടുകൂടി പഠനം നിർത്തിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. പരീക്ഷ ഭവൻ നമുക്ക് തരുന്ന ഇത് സിലബസും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് നമ്മളൊന്ന് ഫോളോ ചെയ്താൽ മതി. ചില ആളുകളുടെ പഠന രീതിയിൽ തന്നെയുള്ള പാളിച്ചകളും പ്രശ്നങ്ങളുമാണ് ഈ കേറ്ററ്റ് നേടാൻ തടസ്സമായിട്ട് നിൽക്കുന്നത്. കേറ്ററ്റ് നേടുക എന്ന് പറയുന്നത് അത്ര വലിയൊരു സംഭവമൊന്നുമില്ല. പക്ഷെ നമ്മുടെ പഠന രീതിയിലും ഒക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഇതിന് കാരണം. അത് നമ്മൾ സോൾവ് ചെയ്ത് നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് നേടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആൻസർ കീ ചെക്ക് ചെയ്ത് നിങ്ങൾ സന്തോഷം അറിയിക്കുക. അക്കലോറയിൽ കഴിഞ്ഞ ബാച്ചിൽ ഓരോ ബാച്ചിലും ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾ നേരത്തെ തന്നെ അവർ നമ്മുടെ ആൻസർ കീ വന്നപ്പോൾ തന്നെ ഒത്തിരി പേര് നമ്മളെ സന്തോഷം അറിയിച്ചിരുന്നു. ഇനിയും നിങ്ങൾ എന്ത് ചെയ്യുക, അറിയിക്കുക. കേറ്ററ്റിന്റെ എല്ലാ ബാച്ചുകളും 2 ഉൾപ്പെടെയുള്ള ബാച്ചുകൾ അക്ലോറയിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പഠനം തുടങ്ങണം, അടുത്തൊരു പരീക്ഷയ്ക്ക് നേരത്തെ പ്രിപ്പറേഷൻ നടത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ ജോയിൻ ചെയ്യാം. ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി ഇത് പാസ്സായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഫൈനൽ ആൻസർ കീ കൂടി വെയിറ്റ് ചെയ്യുക, റിസൾട്ടിന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വെരിഫിക്കേഷന്റെ കാര്യങ്ങൾ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയ അപ്ഡേഷൻസ്, പുതിയ ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.